വാട്ട് ഈസ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ്. എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. എന്താണ് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, വാട്ട് ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് സീറോത്ത് ലോ? ആരാ പറയുന്നത്? ഇപ്പൊ ഒരു എ എന്ന് പറയുന്ന ബോഡി ബി ആയിട്ട് ഇക്വിലിബ്രിയത്തില, ബി അല്ല സി ആയിട്ട് ഇക്വിലിബ്രിയത്തില, ബി എന്ന് പറയുന്നത് സി ആയിട്ട് ഇക്വിലിബ്രിയം ആണെങ്കിൽ എയും ബിയും തമ്മിൽ ഇക്വിലിബ്രിയത്തിലായിരിക്കും. ഓക്കെ, ഈ ഒരു സീറോത്ത് ലോ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്, വാട്ട് കോൺസെപ്റ്റ് യു ആർ ഗെറ്റിംഗ് ഫ്രം ദിസ് ലോ? എന്താണ് ഇതിന്റെ സിഗ്നിഫിക്കൻസ്? The concept of zeroth law of thermodynamics reveals the concept of temperature. അല്ലേ, ടെമ്പറേച്ചർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് കിട്ടുന്നത് നമുക്ക് സീറോത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സിനാണ്. ആണോ? ഇപ്പം നമ്മൾ തേർഡ് ബോഡി ഈസ് റീപ്ലേസ്ഡ് ബൈ എ തെർമോമീറ്റർ. നമ്മൾ തേർഡ് ബോഡി എന്തായിട്ട് റീപ്ലേസ് ചെയ്യുന്നു? തേർഡ് ബോഡി എന്തായിട്ട് റീപ്ലേസ് ചെയ്യുന്നു? നിങ്ങൾ നോട്ട്സ് ഒന്നും എഴുതിയെടുത്തില്ലേ? ഞാൻ നോട്ട്സ് ഫുൾ തെർമോമീറ്റർ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ബോഡി നമ്മൾ കോണ്ടാക്റ്റിൽ വെക്കുന്ന സമയത്ത് വെൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ബോഡി കംസ് ഇൻ കോണ്ടാക്ട് ഇറ്റ് ഷോസ് എ റീഡിംഗ് ഇൻ തെർമോമീറ്റർ. ആ തെർമോമീറ്റർ എന്ന റീഡിംഗ് കാണിക്കും. ഇഫ് ദ സെയിം റീഡിംഗ് ഇസ് ഷോൺ വെൻ സെക്കൻഡ് ആൻഡ് തേർഡ് ബോഡി കംസ് ഇൻ കോണ്ടാക്ട്, സെക്കൻഡും തേർഡ് ബോഡി നമ്മൾ കോണ്ടാക്ട് വെക്കുമ്പോൾ ഫസ്റ്റും തേർഡിൽ കാണിച്ച അതേ റീഡിംഗ് തന്നെയാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എയും ബിയും ഒരേ റീഡിങ് ഒരേ ടെമ്പറേച്ചർ ആയിരിക്കും എന്ന് പറഞ്ഞുകൂടെ? ആണോ? അത് തന്നെയാണ് കോൺസെപ്റ്റ് ഓഫ് ടെമ്പറേച്ചർ പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ കോൺസെപ്റ്റ് സീറോത്ത് ലോയ്ക്കകത്ത് കിട്ടുന്നതെന്ന് പറയുന്നത് ഈ ഒരു ബേസിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് സീറോത്ത് ലോ നമ്മൾ ഡിസ്കസ് ചെയ്തു, സിഗ്നിഫിക്കൻസ് ഡിസ്കസ് ചെയ്തു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോഡൈനാമിക് സ്കെയിൽസ് ഡിസ്കസ് ചെയ്തു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റർ ഡിസ്കസ് ചെയ്തു, കോൺസ്റ്റൻറ്റ് ഗ്യാസ്, കോൺസ്റ്റൻറ്റ് പ്രഷർ, തെർമോകപ്പിൾ, റെസിസ്റ്റൻസ് തെർമോമീറ്റർ, ഇതെല്ലാം ഡിസ്കസ് ചെയ്തു. അതിൻ്റെ ഫിഗറും എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചു. അപ്പോൾ നെക്സ്റ്റ് സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എഴുതിക്കൂ. First law of thermodynamics. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് അറിയാമോ? ഇഫ് എനിവൺ നോസ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ജസ്റ്റ് യു ക്യാൻ സേ. എനിക്ക് പറയാം എന്തെങ്കിലും എനി ഐഡിയ, എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എനി ഐഡിയ ഉണ്ടോ? ഓക്കെ, കൺസർവേഷൻ ഓഫ് എനർജിയുടെ കോൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അടുത്തടുത്ത സെമസ്റ്ററുകളിൽ ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. ആ സമയത്ത് ഈ തെർമോഡൈനാമിക്സിൻ്റെ കോൺസെപ്റ്റ് എല്ലാത്തിനകത്തും വരും. സോ ആ സമയത്ത് ഞാൻ ചോദിക്കും എന്താണ് സീറോത്ത് ലോ, എന്താണ് ഫസ്റ്റ് ലോ. അന്നേരം ഇങ്ങനെ വായു പിടിച്ചിരിക്കരുത്. ഇപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കുവാണ്, അപ്പോൾ കാര്യങ്ങൾ പഠിക്കുക. പക്ഷേ അടുത്ത സെമ്മില ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടുള്ള സബ്ജക്ട്സ് വരുന്ന സമയത്ത് ഇത് ആരെങ്കിലും ചോദിക്കുന്ന സമയത്ത് ഫസ്റ്റ് ലോ അറിയത്തില്ല, സെക്കൻഡ് ലോ അറിയത്തില്ല, സീറോത്ത് ലോ അറിയത്തില്ല, ആരാണ് നിങ്ങളെ പഠിപ്പിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഫസ്റ്റ് ഇയർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾ ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനകത്ത് സീറോത്ത് ലോ, ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ ഒക്കെ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, പക്ഷേ ഇപ്പോൾ അറിയത്തില്ല. പക്ഷേ ഇനി അങ്ങനെ ഒരു അവസ്ഥ വരരുത്. ഓക്കെ, ഇത് കഴിയുമ്പോൾ നമ്മൾ ഏത് ഉറക്കത്തിൽ നമ്മൾ ചോദിച്ചാലും ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. ജൂൾസ് എക്സ്പെരിമെൻറ്റ്. Joule's experiment form the basics for first law of thermodynamics. So Joule's എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷനിൽ നിന്നാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ബേസിലോട്ട് നമ്മൾ പോകുന്നത്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് ഡിറൈവ് ചെയ്ത് അതിൻ്റെ കോൺസെപ്റ്റ് നമുക്ക് കിട്ടുന്നത് ജൂൾസ് എക്സ്പെരിമെൻറ്റിൽ നിന്നാണ്. സോ നമുക്ക് എന്താണ് ജൂൾസ് എക്സ്പെരിമെൻറ്റ് നോക്കാം. സോ ദർ ഈസ് ആൻ എക്സ്പെരിമെൻ്റൽ സെറ്റപ്പ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആ സെറ്റപ്പ് ഒന്ന് വരയ്ക്കാം. നിങ്ങൾ അതേപോലെ തന്നെ നോട്ട്ബുക്കിനകത്തോട്ട് കോപ്പി ചെയ്യുക. ഓക്കെ, ഓക്കെ ആണോ?
ഓക്കെ. പക്ഷെ കൂടെ തന്നെ വരച്ച് നോട്ട് എഴുതി പോവുക. നിങ്ങളുടെ ഫസ്റ്റ് മോഡ്യൂളിൽ അസൈൻമെൻറ്റ് ഞാൻ നിങ്ങളുടെ ഇൻവേസിൽ അപ്ഡേറ്റ് ചെയ്തിട്ടാണ്, നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടു സാർ. ആ ക്വസ്റ്റ്യൻസ് ഒന്നും ഞാൻ എൻ്റെ കൈ നീട്ട ക്വസ്റ്റ്യൻസ് അല്ല, പിന്നെന്താണ് അതൊക്കെ? യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ്. യൂണിവേഴ്സിറ്റി നിങ്ങളുടെ 2015 മുതലുള്ള KTU എസ്റ്റാബ്ലിഷ് ആയപ്പോൾ തൊട്ടുള്ള യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് അതെല്ലാം. അപ്പോൾ അതിനകത്ത് മെജോറിറ്റി ക്വസ്റ്റ്യൻസ് ഞാൻ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ വൈസ് തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ നോട്ടിനകത്ത് എഴുതിപ്പിച്ചിട്ടുണ്ട് ഇല്ലേ? ഉണ്ടോ? ആരെങ്കിലും തുറന്ന് നോക്കിയായിരുന്നോ? തുറന്നു നോക്കിയായിരുന്നോ ആരെങ്കിലും? നോക്കിയായിരുന്നു സാർ. ഓക്കെ. ഇത് തെർമോമീറ്റർ ആണ്. ഓക്കെ. നിങ്ങൾ വരയ്ക്കുന്നുണ്ടോ? നിങ്ങൾ വരയ്ക്കുന്നുണ്ടോ? ഓക്കെ. ഉണ്ട് സാർ. ഇവിടെ എന്ത് ടൈപ്പ് ഓഫ് വർക്കാണ് ഈ ജൂൾസ് എക്സ്പെരിമെൻറ്റിനകത്ത്? എന്ത് ടൈപ്പ് വർക്കാണ് ഇവിടെ? വാട്ട് ടൈപ്പ് ഓഫ് വർക്ക് ഈസ് യൂസ്ഡ് ഹിയർ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വർക്ക് പഠിച്ചു. PDV വർക്ക്, ഇലക്ട്രിക്കൽ വർക്ക്, അതുപോലെ തന്നെ എന്തായിരുന്നു ഷാഫ്റ്റ് വർക്ക്, സ്റ്റിയറിംഗ് വർക്ക് അല്ലെങ്കിൽ പാഡിൽ വർക്ക്. സോ ഹിയർ ജൂൾസ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾക്ക് ഫിഗർ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വാട്ട് യു ഫീലിംഗ്? ഇതിനകത്ത് ഈ 4 ടൈപ്സ് ഓഫ് വർക്കിനകത്ത് ഏത് ടൈപ്പ് ഓഫ് വർക്കാണ് ഇവിടെ? ഓക്കെ, സ്റ്റിയറിംഗ് വർക്കാണ്. ഫിഗർ വരച്ചു കഴിഞ്ഞെങ്കിൽ നമുക്ക് എക്സ്പെരിമെൻറ്റിലോട്ട് പോവാം.
കഴിഞ്ഞോ? അഡയബാറ്റിക് വെസലിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അഡയബാറ്റിക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ക്ലോസ്ഡ് ടൈപ്പ് സിസ്റ്റമാണ് കേട്ടോ. ഇതൊരു ക്ലോസ്ഡ് ടൈപ്പ് സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നോക്കിക്കേ, ഈ വെയിറ്റ് ഈസ് മൂവിങ് ഡൗൺവേർഡ്. വെൻ വെയിറ്റ് മൂവ്സ് ഡൗൺവേർഡ് വാട്ട് ഹാപ്പൻ? വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? വെയിറ്റ് മൂവ്സ് ഡൗൺവേർഡ്, വെയിറ്റ് താഴോട്ട് മൂവ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? പാഡിൽ വീൽ വാട്ട് ഹാപ്പൻ? പറ. പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്നു. പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്ത് സംഭവിക്കുന്നു? ആ ലിക്വിഡ് എന്ത് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു? പാഡിൽ വീൽ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് വാട്ട് മൂവ്മെൻറ്റ് ഈസ് ഹാപ്പണിങ് ടു ദ ലിക്വിഡ്? ലിക്വിഡ് സ്റ്റിറിങ് മൂവ്മെൻറ്റ് ഉണ്ടാകുന്നു, റൈറ്റ്? ആണോ? ഇസ് ഇറ്റ്? നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ത് സംഭവിക്കുന്നത്? when the weight is moving downwards, the paddle wheel rotates and a work is done on the system. നമ്മുടെ സിസ്റ്റത്തിലോട്ട്, നമ്മുടെ ഫ്ലൂയിഡിലോട്ട് ഒരു വർക്ക് ചെയ്യുന്നു, ആണോ? ഈസ് ഇറ്റ് റൈറ്റ്? നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ മുന്നോട്ട് പോകത്തില്ല. നിങ്ങൾ ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ. ഓക്കെ, ഈ സ്റ്റിയറിംഗ് മോഷൻ ഉണ്ടാവുന്നത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ പാഡിൽ വീൽ വെച്ച് സ്റ്റിയർ ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ്ലി വെൻ വി ആർ സ്റ്റിയറിംഗ് യൂസിങ് ദിസ് പാഡിൽ വീൽ വാട്ട് ഹാപ്പൻ? ദ ടെമ്പറേച്ചർ ഓഫ് ദി ലിക്വിഡ് ഇൻക്രീസസ്, ആണോ? നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ പാഡിൽ വീസി നമ്മൾ ഇങ്ങനെ സ്റ്റിയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഇങ്ങനെ സ്റ്റിയർ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് വാട്ട് ഹാപ്പൻ? ദ ടെമ്പറേച്ചർ ഓഫ് ദ ലിക്വിഡ് ഇൻക്രീസസ്. സോ ദാറ്റ് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ക്യാൻ ബി മെഷർഡ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തെർമോമീറ്റർ, ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ഇനിഷ്യലുള്ള ടെമ്പറേച്ചർ T1 ആണെന്നിരിക്കട്ടെ, ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 ആണെന്നിരിക്കട്ടെ. ആഫ്റ്റർ ടൈം ഒരു T സെക്കൻഡ് കഴിഞ്ഞപ്പോൾ, ഓക്കെ, ആഫ്റ്റർ T സെക്കൻഡ് ദ ടെമ്പറേച്ചർ റൈസസ് ടു T2 because an adiabatic vessel is used. Adiabatic വെസലിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് വിൽ നോട്ട് ട്രാൻസ്ഫർ ദ ഹീറ്റ് ടു ദി എൻവയോൺമെൻറ്റ്. അഡയബാറ്റിക് വെസലിൻ്റെ പ്രത്യേകത എന്താണ്? വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് അഡയബാറ്റിക് വെസൽ? ഇറ്റ് വിൽ നോട്ട് ട്രാൻസ്ഫർ ഹീറ്റ് ടു ദ എൻവയോൺമെൻറ്റ്. ദ എൻറ്റയർ ഹീറ്റ് ഗെറ്റ് അക്യുമുലേറ്റഡ് ഇൻസൈഡ് ദ സിസ്റ്റം ഇറ്റ്സെൽഫ്. ഇപ്പോൾ നമ്മുടെ ഹീറ്റ് പുറത്തോട്ട് പോകാൻ അനുവദിക്കാത്തതുകൊണ്ട് ഫുൾ ഹീറ്റ് എവിടെ തന്നെ അക്യുമുലേറ്റ് ചെയ്യുന്നു? ഫുൾ ഹീറ്റ് ഗെറ്റ് അക്യുമുലേറ്റഡ് ഇൻ ദി നമ്മുടെ ഫ്ലൂയിഡ് തന്നെ കിടക്കുന്നു. അപ്പോൾ വാട്ട് ഹാപ്പൻ ദർ? ടെമ്പറേച്ചർ ഓഫ് ദ ഫ്ലൂയിഡ് ഇൻക്രീസസ്, അല്ലേ? അപ്പോൾ നമ്മൾ ഹീറ്റ് വെളിയിലോട്ട് പോകുന്നില്ല, ഹീറ്റ് ഫുൾ എവിടെ തന്നെ നിൽക്കുന്നു? ആ ഫ്ലൂയിഡിൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഈ ഫ്ലൂയിഡിൻ്റെ ടെമ്പറേച്ചർ എന്ത് സംഭവിക്കും? ടെമ്പറേച്ചർ കൂടുന്നു, ആണല്ലോ? ആണോ? ഓക്കെ, അപ്പോൾ അതിനുശേഷം അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ കൊടുക്കുന്ന വർക്ക്, ഹൗ മച്ച് വർക്ക് വി ഹാവ് ഗിവൺ ടു ദ പാഡിൽ വീൽ, ആ വർക്കല്ലേ ഈ ടെമ്പറേച്ചർ റേസിംഗ് ആയിട്ട് കാണിച്ചത്. കൂടുതൽ വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ടെമ്പറേച്ചർ റേസ് ആവും. അഥവാ വർക്ക് കുറച്ചേ കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് വിൽ ബി ലെസ്, റൈറ്റ്? സോ ഇത് ഇൻക്രീസിങ് ടെമ്പറേച്ചർ ഈസ് പ്രൊപ്പോർഷൻ ടു ദി വർക്ക് വി ഗിവൺ ടു ദ പാഡിൽ വീൽ, റൈറ്റ്? അങ്ങനെ തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? പാഡിൽ വീലിന് എത്ര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും റാപ്പിഡായിട്ട് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും. പാഡിൽ വീൽ എത്രയും സ്ലോ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്രയും സ്ലോലി ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യത്തുള്ളൂ. അങ്ങനെ നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനകത്ത് വരാൻ പറ്റുന്നുണ്ടോ? സോ ദ ടെമ്പറേച്ചർ റൈസ് ഓഫ് ദ ലിക്വിഡ് ഈസ് പ്രൊപ്പോർഷൻ ടു ദ വർക്ക് വി ഗിവൺ ടു ദ പാഡിൽ വീൽ. നമ്മൾ എത്രമാത്രം വർക്കാണോ പാഡിൽ വീലിലോട്ട് കൊടുക്കുന്നത് ആ വർക്കിനനുസരിച്ചായിരിക്കും ഇവിടെ ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ എക്സ്പെരിമെൻറ്റിൻ്റെ കൺക്ലൂഷൻ അങ്ങനെ പറയാൻ പറ്റുമോ?
അപ്പോൾ നമുക്ക് എന്ത് പറയാം, യെസ് സർ. നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ ജനറേറ്റ് ചെയ്ത ഹീറ്റ് ഈസ് ഓൾവേസ് പ്രപ്പോർഷൻ ടു ദി വർക്ക് ഡൺ. ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോർഷനിലാണ്, റൈറ്റ്? ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ അഡയബാറ്റിക്, ഐ എം റിമൂവിങ് അഡയബാറ്റിക് വെസൽ, ഈ അഡയബാറ്റിക് ഇൻസുലേഷൻ അങ്ങ് മാറ്റുന്നു. അഡയബാറ്റിക് ഇൻസുലേഷൻ മാറ്റി കഴിയുമ്പോൾ ഈ T2 T സെക്കൻഡ് കഴിയുമ്പോൾ എഗെയിൻ T1 ആയിട്ട് മാറത്തില്ലേ? അഡയബാറ്റിക് ഇൻസുലേഷൻ മാറ്റുന്നു. അഡയബാറ്റിക് ഇൻസുലേഷൻ മാറ്റി കഴിയുമ്പോഴത്തേന് എന്ത് സംഭവിക്കും, ആഫ്റ്റർ T സെക്കൻഡ് എന്ത് സംഭവിക്കും, അഡയബാറ്റിക് ഇൻസുലേഷൻ മാറ്റി കഴിയുമ്പോഴത്തേന് നമ്മുടെ എൻവോൺമെൻറ്റിലോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് T2 ടെമ്പറേച്ചർ കുറഞ്ഞ് T1 ടെമ്പറേച്ചറിലോട്ട് വരും. ആണോ? ഇത് വരത്തില്ലേ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ നെറ്റ് കൺക്ലൂഷനായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? നെറ്റ് കൺക്ലൂഷനായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നത്, ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് ചെയ്യുന്ന വർക്ക് എന്ന് പറയുമ്പോഴത്തേന് ഈസ് പ്രപ്പോർഷൻ ടു ഹീറ്റ് ട്രാൻസ്ഫർ. ഇവ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോർഷനിലായിരിക്കും. അതായത് ഹീറ്റ് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ വർക്ക് ചെയ്യും, വർക്ക് കൂടുതൽ കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യും. ആണോ? അപ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രപ്പോർഷനല്ലേ? ഇഫ് യു ആർ ഗിവിങ് മോർ വർക്ക് ഓൺ എ സിസ്റ്റം, നമ്മൾ കൂടുതൽ വർക്ക് ഒരു സിസ്റ്റത്തിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ജനറേറ്റ് ചെയ്യും? കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യത്തില്ലേ? ചെയ്യുമോ? ഇപ്പോൾ നമ്മൾ പാഡിൽ വർക്ക് കൂടുതൽ കൊടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻ ദർ? ഫ്ലൂയിഡിന് ടെമ്പറേച്ചർ കൂടും. പാഡിൽ വീൽ വർക്ക് നമ്മളൊരു അത്രയും ഫാസ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ വാട്ട് ഹാപ്പൻ? അതനുസരിച്ച് അവിടെ ടെമ്പറേച്ചർ കൂടത്തുള്ളൂ. ആണോ? സോ ബോത്ത് ആർ പ്രൊപ്പോർഷണൽ, റൈറ്റ്? ഓക്കെ, അപ്പോൾ ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ആ കോൺസ്റ്റൻറ്റിൻ്റെ പേരാണ് ജൂൾസ് കോൺസ്റ്റൻറ്റ് അല്ലെങ്കിൽ ജൂൾസ് ഈക്വലൻ്റ് പറയും. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് dW ഈസ് ഈക്വൽ ടു J സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് dQ. ഈ J പറയുന്ന പേരാണ് ജൂൾസ് ഈക്വലൻ്റ്. മനസ്സിലായോ? ഇതാണ് ജൂൾസ് എക്സ്പെരിമെൻറ്റ്. സ്ഥിരം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് ജൂൾസ് എക്സ്പെരിമെൻറ്റ്. വാട്ട് ഈസ് ജൂൾസ് എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ജൂൾസ് എക്സ്പെരിമെൻറ്റ് നിങ്ങൾ എന്താണ് ജൂൾസ് എക്സ്പെരിമെൻറ്റ് പറയുന്നത്? ആരെങ്കിലാണ് പറഞ്ഞത്? ജൂൾസ് എക്സ്പെരിമെൻറ്റ് സെറ്റപ്പിനകത്ത് നമ്മളൊരു പാഡിൽ വീലാണ്, ഒരു വെയിറ്റ്, വി ആർ ലോവറിങ് എ വെയിറ്റ്, അതിന് പാഡിൽ വീൽ റൊട്ടേറ്റ്സ് ആൻഡ് വർക്ക് ഇസ് ഡൺ ഓൺ ദ സിസ്റ്റം. When thermometer is kept there, so when work is done on the system, the temperature of the fluid increases, and what happens? That temperature is not in the thermometer. Here we can say that the work done dW around a cyclic process is proportional to the temperature rise. അല്ലേ? അപ്പോൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊപ്പോർഷനാണ്. സോ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടിയിട്ട് വി ആർ മൾട്ടിപ്ലൈങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് J. ദാറ്റ് J ഈസ് കാൾഡ്, എന്താണ്? ജൂൾസ് ഇക്വലൻറ്റ് എന്ന് പറയുന്നത്. സോ നമുക്ക് എന്ത് പറയാം? ഒരു സൈക്ലിക് പ്രോസസ്സിനകത്ത് dW ഈസ് ഈക്വൽ ടു J ഇൻറ്റു സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് dQ. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഫോർ എ ക്ലോസ്ഡ് സിസ്റ്റം undergoing cyclic process. Okay,
അപ്പോൾ നമ്മൾ യഥാർത്ഥത്തിലുള്ള തെർമോഡൈനാമിക്സ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് കൊണ്ട് വന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മളൊരു അതിനകത്തോട്ട് വരാനുള്ള ഒരു എക്സ്പെരിമെൻ്റ് ആണ് ജൂൾസ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ജൂൾസ് എക്സ്പെരിമെൻറ്റിനകത്തോട്ട് നമുക്ക് കിട്ടി സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ജെ ടൈംസ് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി ക്യു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡി ക്യു ആൻഡ് ഡി ഡബ്ല്യു ആർ പ്രൊപ്പോർഷൻ ടു ഈച്ച് അതർ. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് വി ആർ മൾട്ടിപ്ലൈങ് വിത്ത് എ കോൺസ്റ്റൻറ്റ് ദാറ്റ് ഈസ് ജെ, ദാറ്റ് ഈസ് കോൾഡ് ജൂൾസ് ഈക്വലൻറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് ഐദർ ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക്, റൈറ്റ്, അല്ലെങ്കിൽ കൊടുക്കുന്ന വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ്. ഇതായിരിക്കും ഇവിടെ നടക്കുന്നത്. ഇവിടെ ഈ ഇക്വേഷൻ കണ്ട് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? കൊടുക്കുന്ന ഹീറ്റ്, കൊടുക്കുന്ന വർക്ക് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഹീറ്റ് ഓർ കൊടുക്കുന്ന ഹീറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വർക്ക്. നമ്മളൊരു സിസ്റ്റത്തിൽ നമ്മൾ വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ പാഡിൽ വർക്ക് കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്ത് ജനറേറ്റ് ചെയ്തു? പാഡിൽ വർക്ക് കൊടുത്തപ്പോൾ അവിടെ എന്ത് ജനറേറ്റ് ചെയ്തു? പാഡിൽ വർക്ക് നമ്മൾ സ്റ്റിറിങ് മോഷൻ കൊടുത്തപ്പോൾ അവിടെ എന്ത് ജനറേറ്റ് ചെയ്തു? ഹീറ്റ് ജനറേറ്റ് ചെയ്തു. അതുപോലെ തന്നെ തിരിച്ച് സംഭവിക്കാം. നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ പറ്റും? വർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ പക്ഷേ അങ്ങനെ ഒരു ഇക്വലൻ്റ് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സ് എങ്ങനത്തെ പ്രോസസ്സ് ആയിരിക്കണം? ഒരു സൈക്ലിക് പ്രോസസ്സ് ആണെങ്കിൽ മാത്രമേ ഇത് കംപ്ലീറ്റ് ആയിട്ടൊരു കൺവേർഷൻ എടുത്തുള്ളൂ. സൈക്ലിക് പ്രോസസ്സ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി ഡബ്ല്യു ഈസ് ഈക്വൽ ടു ജെ ടൈം സൈക്ലിക് ഇൻ്റഗ്രൽ ഓഫ് ഡി ക്യു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതൊരു ക്ലോസ്ഡ് സിസ്റ്റം ആയിരിക്കണം. അതിൻ്റെ കൂടെ തന്നെ അത് എന്ത് പ്രോസസ്സ് ആയിരിക്കണം? സൈക്ലിക് പ്രോസസ്സ് ആയിരിക്കണം. പക്ഷേ ഞാനിനി ചെയ്യാൻ പോകുന്നത് ഐ ആം കൺസിഡറിങ് എ ക്ലോസ്ഡ് സിസ്റ്റം ബട്ട് ദ പ്രോസസ് ഈസ് നോട്ട് എ സൈക്ലിക് പ്രോസസ്സ്. ഞാൻ പറയാൻ പോകുന്നത് ഐ ആം കൺസിഡറിങ് എ ക്ലോസ്ഡ് സിസ്റ്റം ബട്ട് നോട്ട് എ സൈക്ലിക് പ്രോസസ്സ്. ഞാനൊരു ക്ലോസ്ഡ് സിസ്റ്റമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്, പക്ഷേ ഒരു സൈക്ലിക് പ്രോസസ്സ് അല്ല. എന്താണ് സൈക്ലിക് പ്രോസസ്സ്? കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതാണ്. എന്താണ് സൈക്ലിക് പ്രോസസ്സ്? ഇനിഷ്യൽ സ്റ്റേറ്റിൽ തന്നെ തിരിച്ചു വരും. അതെ, ഇനിഷ്യൽ സ്റ്റേറ്റിൽ തന്നെ തിരിച്ച് ഫൈനൽ ആൻഡ് ഇനിഷ്യൽ സ്റ്റേറ്റ് സെയിം ആണെങ്കിൽ മാത്രമേ ഒരു സൈക്ലിക് പ്രോസസ്സ് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പോൾ വാട്ട് ഈസ് പ്രോസസ്? എന്താണ്? when a system changes from one state to another state, then we can say that a system has undergone a process, right? ഈ പ്രോസസ് അപ്പോൾ സൈക്കിൾ ആവുന്നത് when the process became a cycle, if the initial and the final states are identical, or if the system comes back to the initial states after a period of time, then we can say that the system has undergone a cyclic process. ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഞാൻ ഇനി കൂടുതൽ ഡെപ്തിലോട്ട് പോവാണ്. ഐ എം കൺസിഡറിങ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഈ ക്ലോസ്ഡ് സിസ്റ്റത്തിലോട്ട് ഞാനൊരു ഹീറ്റ് കൊടുക്കുന്നു, ക്യൂ എന്ന് പറയുന്നൊരു ഹീറ്റ് കൊടുക്കുന്നു. ഐ എം കൺസിഡറിങ് എ ക്ലോസ്ഡ് സിസ്റ്റം. ഇതെന്താണ്? ഐ എം കൺസിഡറിങ് എ ക്ലോസ്ഡ് സിസ്റ്റം and I am giving a heat input Q എന്ന് പറഞ്ഞ ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നു. ഓക്കെ, എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഐ എം കൺസിഡറിങ് എ ക്ലോസ്ഡ് സിസ്റ്റം ആൻഡ് ഗിവിങ് എ ഹീറ്റ് ഇൻപുട്ട് Q. വാട്ട് ഈസ് Q? Q എന്താണ്? Q എന്താണ്? വാട്ട് ഈസ് Q? സ്റ്റുഡൻസ്, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ക്യൂ എന്ന് പറയുന്ന ഹീറ്റ് ഇൻപുട്ട് കൊടുക്കുന്നു. അതിനകത്തുനിന്ന് കുറച്ച് ആ കൊടുത്ത ഹീറ്റ് ഇൻപുട്ടിനകത്തുനിന്ന് കുറച്ച് എനർജി വെച്ചിട്ട് ഞാനല്ല സിസ്റ്റം ഈസ് ഡൂയിങ് എ വർക്ക്. സിസ്റ്റം ഒരു വർക്ക് ചെയ്യുന്നു.
സിസ്റ്റം ഒരു വർക്ക് ചെയ്യുന്നു. മനസ്സിലായില്ലേ? നമ്മൾ നിങ്ങളുടെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. നിങ്ങളുടെ ബോഡി, നിങ്ങൾ ഫുഡ് കഴിക്കുന്നു, ഓക്കെ, നിങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കുന്ന എനർജി കഴിക്കുന്ന ഫുഡ് മൊത്തം എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമോ? പിന്നെന്താണ്? കൊടുക്കുന്ന ഫുഡിനകത്തുനിന്ന് കുറച്ച് ഭാഗം നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. റിമൈനിങ് നമ്മൾ എന്ത് ചെയ്യുന്നു? വേസ്റ്റായിട്ട് റിമൂവ് ചെയ്യുന്നത് ഫുഡ് വേസ്റ്റിൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, എനർജിയുടെ കാര്യമാണ് പറഞ്ഞത്. എനർജി ഒരിക്കലും കളയുന്നില്ല. നമ്മൾ ഫുഡിൻ്റെ വേസ്റ്റ് റിമൂവ് ചെയ്യുന്നുണ്ട്, പക്ഷേ എനർജി കളയുന്നില്ല. എനർജി എന്തോ ചെയ്യുന്നത്? കുറച്ച് ഭാഗം എനർജി നമ്മുടെ കിട്ടുന്ന ഫുഡിനെ നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഗ്ലൂക്കോസായിട്ട് മാറ്റുന്നത്, കുറച്ച് ഭാഗം ഫാറ്റായിട്ട് മാറ്റിയിട്ട് സ്റ്റോർ ചെയ്യുന്നത് ആണോ? ഈസ് ഇറ്റ് റൈറ്റ്? ഫാറ്റ് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക പിന്നീട് ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഗ്ലൂക്കോസ് നമ്മൾ എന്ത് ചെയ്യും? ഇമ്മീഡിയറ്റ് ആയിട്ട് വേണ്ട കാർബോഹൈഡ്രേറ്റ് ഗ്ലൂക്കോസ് എന്ത് ചെയ്യുന്നത്? ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഗ്ലൂക്കോസാണ് വേണ്ടത്. സോ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. അപ്പോൾ സ്റ്റോർ ചെയ്യുന്നത് എന്താണ്? നമ്മുടെ ബോഡി വെച്ച് നോക്കുകയാണെങ്കിൽ ഫാറ്റാണ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ തന്നെ when we consider a closed system, we are giving a heat input Q and we are getting a work output W. So remaining എന്ത് കാണും? Q - W കാണത്തില്ലേ? ഈ Q - W കാണത്തില്ലേ? നമ്മൾ കൊടുത്തത് Q ആണ്, പക്ഷേ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയ W ആണ്. ഈ Q - W എവിടെ? ഈ Q - W എവിടെ സ്റ്റോർ ചെയ്ത് വെക്കും? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. സോ ഈ Q - W എന്ന് പറയുന്നത് ബാക്കിയുള്ള റിമൈനിങ് ക്വാണ്ടിറ്റി ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം. മനസ്സിലായില്ലേ? ഈ Q - W വരുന്ന റിമൈനിങ് പോർഷൻ നമ്മൾ എന്ത് ചെയ്യും? സിസ്റ്റം എന്ത് ചെയ്യും? യൂസ്ഡ് ടു ഇൻക്രീസ് ദി ഇൻറ്റേർണൽ എനർജി ഓഫ് ദി സിസ്റ്റം. ആണോ? ഇൻറ്റേർണൽ എനർജി ഓഫ് സിസ്റ്റം. അപ്പോൾ നമുക്കിത് ക്ലാസ് തുടങ്ങിയപ്പോൾ ആരോ പറഞ്ഞു ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഇസ് നത്തിങ് ബട്ട് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി തന്നെയല്ലേ പറഞ്ഞേക്കുന്നത്? എനർജി ഇസ് നൈദർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. പിന്നെന്താണ്? ഇറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു വൺ ഫോം ടു അനദർ. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് Q എന്ന് പറയുന്ന ഹീറ്റ് ഇൻപുട്ട് വി ആർ ഗീവിങ്, a part of which is converted into work and remaining is stored as energy, right? ഇവിടെ എനർജി ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇവിടെ എനർജി ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇവിടെ എനർജി. സോ ദിസ് ഈസ് ദി ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. സോ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് ഈക്വൽ ടു Q is equal to W plus delta I. ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൻ്റെ ഇക്വേഷൻ. ഈ ഇക്വേഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? We are giving a heat input Q and our system is doing a work output W. So remaining Q - W is used to increase the internal energy of the system. Right? ഇത്രയും കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ കൊടുക്കുന്ന ഹീറ്റ് Q ആണ്, നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് വർക്ക് ഔട്ട്പുട്ട് W ആണ്. റിമൈനിങ് Q - W എത്രയുണ്ടോ ദാറ്റ് എനർജി ഈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ ഇന്റേണൽ എനർജി ഓഫ് ദ സിസ്റ്റം. സോ ഫൈനലി വി ക്യാൻ റൈറ്റ് ദ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് Q is equal to W by delta I. അല്ലെങ്കിൽ വി ക്യാൻ റൈറ്റ് Q - W is equal to delta E. വി ക്യാൻ റൈറ്റ് ഇൻ എനി വേ. ഓക്കെ? ഓക്കെ സർ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്. ഓക്കെ? അപ്പോൾ ഇത് നമുക്ക് എന്ത് പറയാം? ദിസ് ഈസ് നത്തിങ്, ഇറ്റ് ഈസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ഈസ് നത്തിങ്, ഇറ്റ് ഈസ് എ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ആണോ?
അതെ സർ. അപ്പോൾ നിങ്ങൾക്ക് പറയാം വാട്ട് ഈസ് ഫസ്റ്റ് ലോഡ് തെർമോഡൈനാമിക്സ് എക്സ്പ്ലെയിൻ ചോദിക്കുകയെന്നാണ്. വി ക്യാൻ ഇങ്ങനെ എഴുതാം, ഇറ്റ് ഈസ് നത്തിങ്, ഇറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. എന്നിട്ട് നമ്മളൊരു ക്ലോസ് സിസ്റ്റം, വി ആർ ഡ്രോയിങ് എ ക്ലോസ് സിസ്റ്റം, എന്നിട്ട് പറയുക വി ആർ ഗിവിങ് എ ഹീറ്റ് ഇൻപുട്ട് Q ആൻഡ് സിസ്റ്റം ഈസ് ഡൂയിങ് എ വർക്ക് ഔട്ട്പുട്ട് W. സോ Q മൈനസ് W ഡെൽറ്റ വിച്ച് ഈസ് യൂസ്ഡ് ടു റേസ് ദ ഇന്റേണൽ എനർജി ഓഫ് സിസ്റ്റം, ദാറ്റ് ഈസ് ഡെൽറ്റ E. ഓക്കെ, ഇനി നമ്മളൊരു ക്ലോസ്ഡ് സിസ്റ്റം എടുക്കുകയാണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ഇനി ഞാനൊരു ക്ലോസ്ഡ് സിസ്റ്റം എടുക്കുകയാണ്. ഇതിനകത്ത് സോ മെനി ഹീറ്റ് ഇൻപുട്സ് ആർ ദെയർ. Q1, Q2, Q3, Q4. Then Q5, then work output W1, W2, W3, W4, W5. ഇങ്ങനെ ഇത്രയും ഹീറ്റ് ഇൻപുട്ടും ഉണ്ട്, വർക്ക് ഔട്ട്പുട്ടും ഉണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്താണ്? വർക്ക് ഡൺ ബൈ സിസ്റ്റം എന്താണ്? വാട്ട് ഈസ് വർക്ക് ഡൺ ബൈ സിസ്റ്റം? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം ഈസ് പോസിറ്റീവ് ആൻഡ് വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം എന്താണ്? നെഗറ്റീവ് ആണ്. അപ്പോൾ ഈ ഒരു സൈൻ കൺവെൻഷൻ നമ്മൾ ഓർത്ത് വെക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹീറ്റിൻ്റെ സൈൻ കൺവെൻഷൻ. ഹീറ്റ് ഔട്ട്പുട്ട് heat added to system, work done on the system എന്താണ്? What is work done on the system? Negative. So heat added to system എന്തായിരിക്കും? നേരെ ഓപ്പോസിറ്റ്. Negative. അല്ല, നേരെ ഓപ്പോസിറ്റ്. Heat added to system positive. Heat rejected from system എന്താണ്? നെഗറ്റീവ് ആണ്. അതായത് വർക്ക് ഡണ്ണിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഹീറ്റിൻ്റെ കൺവെൻഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കേണ്ടത് ഏതെങ്കിലും ഒരെണ്ണത്തിൻ്റെ കൺവെൻഷൻ പഠിച്ചു വെക്കുക. രണ്ടും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. വർക്ക് ഡണ്ണിൻ്റെ കൺവെൻഷൻ സൈൻ കൺവെൻഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ സൈൻ കൺവെൻഷൻ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഐദർ സ്റ്റഡി വൺ ഓഫ് ദി സൈൻ കൺവെൻഷൻ, അതായത് വർക്കിൻ്റെ സൈൻ കൺവെൻഷൻ പഠിക്കുക, അപ്പോൾ ഹീറ്റിൻ്റെ ഓട്ടോമാറ്റിക്കലി കിട്ടും. അല്ലെങ്കിൽ ഹീറ്റിൻ്റെ പഠിക്കുക, അപ്പോൾ വർക്കിൻ്റെ ഓട്ടോമാറ്റിക്കലി കിട്ടും. അപ്പോൾ നിങ്ങൾ ഏതാണ് പഠിക്കാൻ പോകുന്നത്? നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്ന വർക്കിൻ്റെ പഠിച്ചു വെക്കുക. വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം പോസിറ്റീവ്, വർക്ക് ഡൺ ഓൺ ദ സിസ്റ്റം നെഗറ്റീവ്. സോ ദ ഹീറ്റ് ആഡഡ് ടു ദ സിസ്റ്റം ഈസ് ആഡഡ് ടു സിസ്റ്റം പോസിറ്റീവ് ആൻഡ് ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം ഈസ് നെഗറ്റീവ്. ഓപ്പോസിറ്റ് ടു ദി വർക്ക് സൈൻ കൺവെൻഷൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പോൾ നമുക്ക് ഞാൻ ഈ വരച്ചു വെച്ചിരിക്കുന്ന സിസ്റ്റത്തിലോട്ട് ചോദിച്ചോ, എന്താ സംശയം? ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വരച്ചു വെച്ചേക്കുന്നത് നമ്മുടെ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്ന ജനറൽ റൂൾ എന്താണ്? Q is equal to delta E plus Q is equal to delta E plus W അല്ലേ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് പറയുന്നത്? ആണോ? അതെ. ഓക്കെ, പക്ഷേ ഇവിടെ ക്യൂവിന് പകരം ദർ ആർ സോ മെനി ക്യൂസ് ആർ ദർ. Q1, Q2, Q3, Q4, Q5 ഇത്രയുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതൊക്കെ ക്യൂ ആ പോസിറ്റീവ്? ഹീറ്റ് ആഡഡ് ടു സിസ്റ്റം ഈസ് ടേക്കൺ ആസ് positive. So Q1 is taken as positive. Then Q2 positive ആണോ?
Q2 പോസിറ്റീവ് ആണോ? പിള്ളേരെ ഹീറ്റ് ആഡഡ് ടു സിസ്റ്റം പോസിറ്റീവ് ആണ് എപ്പോഴും. ഹീറ്റ് റിജക്റ്റഡ് ഫ്രം ദ സിസ്റ്റം നെഗറ്റീവ് ആണ്. Q1 ഈസ് ആഡഡ് ടു സിസ്റ്റം. Q2 ഈസ് ആഡഡ് ടു സിസ്റ്റം അല്ലേ? ആഡഡ് ആണ്, പോസിറ്റീവ്. ഓക്കെ. ദെൻ Q3 പോസിറ്റീവ്. ദെൻ Q4 പോസിറ്റീവ്. Q5 നെഗറ്റീവ്. അപ്പം -Q5 കൊടുക്കേണ്ടി വരും കണ്ടോ. ഈക്വൽ ടു എന്ത് എഴുതാം? ഡെൽറ്റ ഇ തന്നെ എഴുതാം. ഡെൽറ്റ ഇ പ്ലസ് ബാക്കി നോക്കിക്കേ, വർക്ക് എത്ര വർക്കുണ്ട്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്താണ്? വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം എന്താണ്? പോസിറ്റീവ്. ഓക്കെ, ഇതിനകത്ത് ഏതൊക്കെയാണ് വർക്ക് ഡൺ ബൈ ദ സിസ്റ്റം? ആദ്യം അതെല്ലാം പറ. W1 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 W3 W4 പ്ലസ് W5. എന്ത് മാത്രം നെഗറ്റീവ് ഉള്ളു? സോറി, W5 ഇല്ലല്ലോ. W5 ഓൺ ദ സിസ്റ്റം അല്ലേ? ഓൺ ദ സിസ്റ്റം. അപ്പം ഓക്കെ, W4 വരെ പോസിറ്റീവ്. നെക്സ്റ്റ് W2 നെഗറ്റീവ് ആണ്, W5 നെഗറ്റീവ് ആണ്. ആണോ? ഇങ്ങനെ എഴുതാവോ? ഇങ്ങനെ എഴുതാവോ? യെസ് സർ. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ എവിടെയാണെന്നറിയോ? നമ്മൾക്കൊരു പ്രോബ്ലം തരും. പ്രോബ്ലം തന്നിട്ട് പറയും ഹീറ്റ് ഇൻപുട്സ് ആർ 2 കിലോ ജൂൾ, 5 കിലോ ജൂൾ, 6 കിലോ ജൂൾ എന്ന് പറയും. ഹീറ്റ് ഔട്ട്പുട്ട് ആർ 1 കിലോ ജൂൾ, 3 കിലോ ജൂൾ എന്ന് പറയും. വർക്ക് ഇൻപുട്ട് ആർ, വർക്ക് ഇൻപുട്ട് എന്ന് പറയുമ്പോഴത്തേന് 6, 2, 5. വർക്ക് ഔട്ട്പുട്ട് 2, 1, 3. വാട്ട് ഈസ് ദി ചേഞ്ച് ഇൻ ഇൻറ്റേർണൽ എനർജി ഓഫ് ദ സിസ്റ്റം? അപ്പോൾ നിങ്ങൾ എങ്ങനെ കണ്ടുപിടിക്കും? ആ ഒരു സിസ്റ്റം വരച്ചിട്ട് ഹീറ്റ് ഇൻപുട്ട്, ഹീറ്റ് ഔട്ട്പുട്ട്, വർക്ക് ഇൻപുട്ട്, വർക്ക് ഔട്ട്പുട്ട് എല്ലാം കൊടുത്തതിന് ശേഷം then we have to apply the first law of thermodynamics to the system. ആണോ? അതെ സാർ. അങ്ങനെയാണോ ചെയ്യണ്ടേ? അങ്ങനെയാണോ ചെയ്യണ്ടേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കുക. ബാക്കി ഒരു സിസ്റ്റത്തിൻ്റെ എനർജി കൂടുക എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ എനർജി ആയിരിക്കും കൂടുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുന്നത്? കൈനറ്റിക് എനർജി ഉണ്ടായിരിക്കും, പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് ഇത് രണ്ടും മാക്രോ ലെവലിലുള്ളതാണ്. മാക്രോ ലെവലിലുള്ള എനർജിയാണ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള എനർജിയും ഉണ്ട്. അതിന് നമ്മൾ എല്ലാം കൂടെ ചേർത്ത് യു എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, ചേഞ്ച് ഇൻ ഇൻറ്റർണൽ എനർജി ഓഫ് സിസ്റ്റം എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഓഫ് എനർജിയാണ് മെയിനായിട്ട്. മൈക്രോ ലെവൽ എനർജി ഉണ്ട്, മാക്രോ ലെവൽ എനർജി ഉണ്ട്. മൈക്രോ ലെവൽ എനർജി നമ്മളെല്ലാം കൂടെ ചേർത്ത് നൊട്ടേഷൻ എടുക്കുന്നു, യു എന്ന് കൊടുക്കുന്നു. മാക്രോ ലെവൽ എനർജി കൺസിസ്റ്റ് ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ അടുത്ത ടോപ്പിക്കിലോട്ട് പോകാം. നോട്ട്സ് ചെയ്തെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നോട്ട്സ് ചെയ്തിട്ടുണ്ടോ? എല്ലാവരും ഓക്കെ. നെക്സ്റ്റ് ഹെഡിങ് എഴുതിക്കോ. നെക്സ്റ്റ് ഹെഡിങ് ആണ് സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം. സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം നൊട്ടേഷനാണ് CV. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് CV എന്താണ്, CV, CP എന്നൊക്കെ കുറേ വരുന്നുണ്ട്. സോ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് വോളിയം നൊട്ടേഷനാണ് CV.
ഓക്കെ, ഡിഫൈൻഡ് ആസ് എഴുതിക്കോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫൈൻഡ് ആസ് rate of change of internal energy with respect to temperature when the volume is held constant. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ. ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോഴത്തേന് യു ആണ്. ഓക്കെ, അപ്പോൾ സ്പെസിഫിക് നമ്മൾ ഇൻറ്റേർണൽ എനർജി റെപ്രസെൻ്റ് ചെയ്യുന്നത് യു ആണ്. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഡി യു ബൈ ഡി ടി എന്ന് എഴുതാമല്ലോ. ഡി യു ബൈ ഡി ടി എന്ന് എഴുതാമല്ലോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? പാർഷ്യൽ ഡിഫറൻഷ്യേറ്റീവ് എടുക്കുന്നത് കേട്ടോ. ഡോ യു ബൈ ഡോ ടു എന്ന് എഴുതാം. അപ്പോൾ സി വി ഈസ് ഈക്വൽ ടു ഡി യു ഡോ യു ബൈ ഡോ ടു. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മൾ സൈഡിൽ ഇങ്ങനെ കാണിച്ചാൽ മതി കേട്ടോ. വോളിയം കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരു ബ്രാക്കറ്റ് ഇട്ടിട്ട് നേരെ താഴെ സൈഡിൽ കാണിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം റീഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വെൻ വോളിയം ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. അല്ലാതെ മാത്തമാറ്റിക്കലി അല്ല ഇത് റീഡ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? ഡോ യു ബൈ ഡോ ടി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ഇത് റീഡ് ചെയ്യുന്നത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ എനർജി വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. ഓക്കെ, അപ്പോൾ സി വി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് സി വി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം എന്താണ്? ക്യാൻ യു സേ? എന്താണ് പറഞ്ഞേ? വാട്ട് ഈസ് സി വി അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇൻറ്റേർണൽ വോളിയം വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ വെൻ ദ വോളിയം ഈസ് ഹെൽഡ് കോൺസ്റ്റൻറ്റ്. പറഞ്ഞേ, എല്ലാവരും ഒന്ന് പറഞ്ഞേ. വാട്ട് ഈസ് CV or what is specific heat at constant volume? Rate of change of internal energy with respect to temperature when volume is constant. So mathematically we can write CV is equal to rate of change means dou u by dou t at bracket nath v constant. So bracket nath v kodukkumbol understood aanu v constant aanennu read cheyyunnathu ketto. Clear ആണോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സെഷൻ, അടുത്ത നാളെ നമുക്ക് ക്ലാസ് ഇല്ല. അറിഞ്ഞായിരുന്നല്ലോ.